ഹൈ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അയ്യോ, ഗുഡ് മോർണിംഗ് അല്ലടാ, ഗുഡ് ആഫ്റ്റർനൂൺ. 12:24 ഞാൻ ഇന്ന് ഇറങ്ങിയേക്കണത്. വണ്ടി രാവിലെ വന്ന് ഞാൻ കഴുകി സെറ്റാക്കി ഇട്ടേക്കണേണ്ട. ഇന്നത്തെ പരിപാടി നമ്മൾ തുടങ്ങാൻ പോണേട്ടാ. വണ്ടി ഫുൾ നീറ്റാക്കി ഇട്ടേക്കണേ. സെറ്റ് സായാണ് സെറ്റ്. വണ്ടിയിൽ CNG ഇല്ല, കണ്ടാ. പെട്രോളിലെ വണ്ടി ഓടിക്കണേ. പെട്രോൾ ഏകദേശം തീർന്നിരിക്കണേ. സോ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ CNG അടിക്കണം പ്ലസ് പെട്രോൾ പോരട്ടെ. യെസ് ഗൈസ്, എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വെച്ചാൽ പറയാം, ലെറ്റ്സ് ഗോ ടു ദ CNG പമ്പ് ഇട്ടാ. ഒരു തുള്ളി CNG ഇല്ല. CNG അടിച്ച് പഴിപ്പിച്ചിടണം. യാ, അപ്പോൾ വെച്ചാൽ പറയാം, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൊച്ചി റൈറ്റാ. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞൊരു വെറൈറ്റി പരിപാടിയുണ്ട്. വെറൈറ്റി എന്നല്ല ഗൈസ്, അതായത് വെറൈറ്റി എന്ന് പറയാൻ വേണ്ടി വേറെ കാര്യമുണ്ട്. വെറൈറ്റി എന്ന് പറഞ്ഞത് വേറെ ഒന്നല്ല. ഇന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മച്ചാൻ, അതായത് നമ്മുടെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് നമുക്ക് ഒരു ട്രിപ്പ് വിളിച്ചാൽ തന്നെ കേട്ടോ. ഒരു മച്ചാൻ എയർപോർട്ടിൽ നിന്നാണ് പിക്ക് ചെയ്യേണ്ടത്. എയർപോർട്ടിൽ നിന്ന് 2:30 മണിക്കാണ് പുള്ളിനെ പിക്ക് ചെയ്യേണ്ടത്. നമുക്ക് 2:30 മണിയാകുമ്പോൾ പുള്ളി ലാൻഡ് ചെയ്യുള്ളൂ. സോ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഏകദേശം ഒരു 4 മണിയാവുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് CNG അടിച്ചിട്ട് മാക്സിമം നാവിഗേഷൻ എയർപോർട്ടിനെ അങ്ങോട്ട് ആക്കിയിട്ടേക്കാം. നമുക്കിവിടെ നിന്ന് എന്തെങ്കിലും ട്രിപ്പ് എടുത്ത് കസ്റ്റമർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് മാക്സിമം ഒരു 3-3:30 കൊള്ളിച്ച് നമുക്ക് എയർപോർട്ടിൽ എത്തണം. ഓക്കെ, അതാണ് ഇന്നത്തെ പരിപാടിയിടാ. എന്നിട്ട് പുള്ളിക്കാരനെ പിക്ക് ചെയ്ത് നേരെ കോട്ടയത്താണ് നമ്മൾ കൊണ്ടാക്കേണ്ടത്. പിന്നെ ഈ മച്ചാനെ ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ വേണ്ടി പോകുന്നത്. പുള്ളിക്കാരൻ ഇങ്ങനെ റൈഡ് ഉണ്ട്, വരാൻ പറ്റുമെന്ന് വെച്ച് ഞാൻ ഓക്കെ പറഞ്ഞ് അങ്ങനെ സെറ്റായി. എല്ലാം കൊണ്ടും സെറ്റാക്കുന്ന ഒരു ദിവസമായിരുന്നു. പിള്ളേരൊക്കെ ആദ്യം പോട്ടെ. ഓക്കെ, പലരും നമ്മളെ കോണ്ടാക്ട് ചെയ്യണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ മാക്സിമം എനിക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. പല ടൈമിലും പല സ്ഥലത്തായിരിക്കുമല്ലോ നമ്മൾ. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ വിളിച്ച് എയർപോർട്ട് പിക്കപ്പൊക്കെ പെട്ടെന്ന് വിളിക്കൂല. ഒരാഴ്ച മുമ്പൊക്കെ വിളിച്ച് ഡേറ്റൊക്കെ ചോദിക്കോട്ടെ എൻ്റെ അടുത്ത്. എന്നാലും നമ്മൾ ഈ കൊച്ചിയിൽ നിന്ന് കാലി ഓടി എയർപോർട്ടിൽ പിക്ക് ചെയ്ത് നമ്മൾ കോട്ടയത്തെ കൊണ്ട് വിടുമ്പോൾ നമുക്ക് മുതലാവില്ല, മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഒരു റേറ്റ് പറയും, ഇന്ന പോലെ സംഭവം റേറ്റ് പറയും. അപ്പോൾ അതായത് ഊബർ റേറ്റിൽ നിന്ന് ഒരു 500 റുപ്പീസും കൂടി നമുക്ക് കയറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് സീനില്ല, റേറ്റ് ഉണ്ട്, കറക്റ്റായിട്ട് നമുക്ക് പോവാം, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ അവർ ഓക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ വരും. അല്ലെങ്കിൽ നമുക്കിങ്ങനെ സേവനം ചെയ്യാൻ പറ്റില്ല. മീൻസ് കാലി ഓടിപ്പോയി പിക്ക് ചെയ്ത് അവിടെ നിന്ന് ഇവിടം വരെയൊക്കെ കൊണ്ടാക്കല് അത് നടപടിയാണ്, കേസല്ല. പിന്നെ ട്രിപ്പൊക്കെ വിളിച്ച് തരുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. താങ്ക്സ് മച്ചാൻ വരെ. CNG ഉണ്ട് മോനെ. CNG ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടു പോകാൻ കേട്ടോ. അവിടെ ഭാഗ്യം CNG ഉണ്ട്, അടിക്കണുണ്ട്. അപ്പോൾ 665 രൂപ അടിച്ചപ്പോൾ തന്നെ ഫുള്ളായിട്ടാ. അതിനർത്ഥം അധികം പ്രഷർ ഇല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നണം. ഒരിക്കലും 750 രൂപ ഒക്കെ അടിക്കുമ്പോഴാണ് ഫുള്ളാണത്. മൈലേജ് അധികം കിട്ടാനും ചാൻസ് ഇല്ല. എന്തായാലും നമുക്ക് എയർപോർട്ടിൻ്റെ അവിടെ എത്തിയിട്ട് ഒന്നും കൂടി അടിച്ച് ഫുള്ളാക്കണം. കാരണം നേരെ കോട്ടയത്തേക്ക് പോകേണ്ടതല്ലേ. സോ പോകുന്ന വഴിക്ക് അടിക്കണ്ട, നമുക്ക് എയർപോർട്ടിൽ നിന്ന് തന്നെ അടിച്ച് ഫുള്ളാക്കിയിട്ട് പോവാം. ഐസ് പോസ്റ്റാണ്ടാ. ഇപ്പോൾ സമയം 1:11 നമുക്ക് ട്രിപ്പൊന്നും കിട്ടിയില്ലട്ടാ. കാരണം കാലിയോടി തന്നെ നമുക്ക് എയർപോർട്ടിലേക്ക് പോകേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നണേട്ടാ. നേവിഗേഷൻ ഇട്ടിട്ടും വന്നില്ല. ഞാൻ എന്നിട്ട് നേവിഗേഷൻ മാറ്റി. ഇനി ഒന്നും കൂടി നേവിഗേറ്റ് ചെയ്തിട്ട് നോക്കാം. ഫ്രണ്ട്സ്, ഒരു രക്ഷയില്ലടാ, ട്രിപ്പേ ഇല്ലെന്ന് തോന്നുന്നു. എൻ്റെ പൊന്നെ, 12 കാലോട്ട് നമ്മൾ ഓണാക്കിയിട്ടേക്കാണ്. ഇപ്പോൾ സമയം 1:30 മണിയായിട്ടാ. നോ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നോ ട്രിപ്പ്. നമുക്ക് ഭാഗ്യമില്ല ഗൈസ്. ഒരു ചെറിയ ട്രിപ്പ് അങ്ങനെ അടിക്കുമെന്ന് വിചാരിച്ചു. അതിലേക്ക് കൂടി ഉള്ളിൽ കൂടി കറങ്ങി വന്നിട്ട് CNG തീർന്നല്ലാതെ നമുക്ക് നോ രക്ഷേട്ടാ, ഭാഗ്യമില്ല. നമ്മളിപ്പോൾ ഇറങ്ങിയാൽ എന്തായാലും നന്നായി. നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ. ഈ ബ്ലോക്കിൽ നമ്മ എത്തുമ്പോൾ ലേറ്റായാനെ. കറക്റ്റ് സമയത്താണ് നമ്മൾ എന്തായാലും ഇറങ്ങിയേക്കണത്. കാരണം 3:30 മണിക്ക് പുള്ളി അവിടെ എത്തും. നല്ല ബ്ലോക്കായിരുന്നു. ഗൈസ്, ഒരു ട്രിപ്പ് അടിച്ചിട്ടാ കുണ്ടന്നൂർ എത്തിയപ്പോഴാണ് ഒരു ട്രിപ്പ് അടിക്കണത്. പക്ഷെ പിക്ക് ചെയ്യാൻ വേണ്ടി 6 മിനിറ്റ് 4 കിലോമീറ്റർ
എൻ്റെ പൊന്നെ നെട്ടൂര് പോയി പിക്ക് ചെയ്യണം. എൻ്റെ ഇപ്പം സമയം 1:56. നമുക്ക് സമയമുണ്ട് കേട്ടോ. എന്തായാലും പോയി പിക്ക് ചെയ്യുക. 216 രൂപ കാണിച്ചത്. നമ്മ അങ്ങോട്ട് തന്നെയാണ് പോണത്. സോ പോയി പിക്ക് ചെയ്തിട്ട് പോവാം. ഇപ്പുറത്തെ സൈഡാണ്ടാ നെട്ടൂർ മാർക്കറ്റാ. അവിടെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് അടിച്ചേക്കണം. ഗൈസ്, ആ കസ്റ്റമർ ഓൺലൈൻ പേയ്മെന്റ് ആയിരുന്നിട്ടാ. സോ നമുക്ക് വണ്ടി ഇവിടെ ഇട്ട് തന്നെ വളക്കാം. ഞാൻ പാലാരിട്ടത് മറ്റേ ജനത റോഡിലാണ്ടാ. ഇനിയിപ്പോൾ മുമ്പോട്ട് നേരെ എയർപോർട്ടിലേക്ക് തന്നെ. എത്ര രൂപ കിട്ടിയെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓഫ്ലൈൻ ആക്കുക. 206 രൂപ കിട്ടിയാണ്. വേണ്ടാ, വാലറ്റിൽ 206 രൂപ. 206 അല്ലേ? അവിടെ നിന്ന് ഒരു ഓട്ടം കിട്ടിയാലോ. നമ്മൾ വിഷമിച്ച് പോയി. ഒരു ഓട്ടമെങ്കിലും കിട്ടണേ ദൈവമേ എന്ന് പ്രാർത്ഥന ഉണ്ടായിരുന്നു. അത് കിട്ടിയാൽ മതി. സോ കുറച്ചും കൂടി നേരത്തെ ഇറങ്ങിയാൽ മതിയായിരുന്നു. ഞാനൊരു 2 മണിക്കൂറെങ്കിലും ആ ടൈം ഒള്ളിച്ചാണ് ഇറങ്ങിയത്. 12 മണി എന്ന് പറഞ്ഞാൽ 3:30 എത്താൻ 12 മണിക്ക് ഇറങ്ങിയാൽ മതിയല്ല. കുറച്ച് നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. 206 കിട്ടി. ഇനിയും നമുക്ക് ലൊക്കേഷൻ ഇട്ട് തന്നെ വെച്ചേക്കാം. എയർപോർട്ടിലേക്ക്, കൊച്ചിൻ എയർപോർട്ട്. ട്രിപ്പ് മുമ്പോട്ട് കിട്ടിയാൽ ഓക്കെ, ഇല്ലെങ്കിൽ കാലിയോടി തന്നെ നമ്മൾ പോകട്ടോ. ഇനി നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിന്നെ ഇരിക്കണാണ്. കിട്ടണ ട്രിപ്പ്, ആ ഏരിയയിലോട്ട് കിട്ടണ ട്രിപ്പ് എടുത്തെടുത്തെടുത്ത് പോകുന്നു. അതാണ് സംഭവിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് യൂട്ടേൺ എടുത്ത് അപ്പുറത്തേക്ക് വരാം. ഈ കസ്റ്റമർ ഒരു മിണ്ടാപ്രാണി കൊച്ചായിരുന്നു, ഒരു പെങ്കൊച്ചായിരുന്നു. അധികം മിണ്ടിയൊന്നുമില്ലടാ. വേറെ എവിടെ നിന്നോ പഠിക്കാൻ വന്ന ഒരു പെങ്കൊച്ചാണ്. ആദ്യത്തെ ഒരു പേടി മുഖത്തുണ്ട്. അപ്പോൾ പുറം ഈ സംസ്ഥാനത്തോട്ടൊക്കെ പോകുമ്പോൾ മനസ്സിലായോ, അപ്പോൾ ഒരു സ്ഥലം അറിയില്ല, മനസ്സിലായോ, അങ്ങനത്തെ മൂഡിലുള്ള ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ എല്ലാവർക്കും. ആ ഒരു ടെൻഷൻ ആ പെണ്ണിൻ്റെ ഫേസിലുണ്ടായിരുന്നു കേട്ടോ. ആ ഗസ്റ്റിൻ്റെ ഫേസിലുണ്ടായിരുന്നു. സോ കസ്റ്റമർ അധികം മിണ്ടിയൊന്നുമില്ല. ആ ഒരു ടെൻഷനിലിരിക്കുന്ന ഒരു കസ്റ്റമറായിരുന്നു. നമുക്ക് എന്തായാലും ഇനി യൂട്ടേൺ അടിക്കണം നേരെ എയർപോർട്ടിലേക്ക്. ഇപ്പം ഞാൻ പാലാരിയോട്ട് തണ നിൽക്കുന്നത്. ഗൈസ്, ഒരു ട്രിപ്പും കൂടി കിട്ടിയിടണേട്ടാ. കമ്പനിപ്പടിയിലേക്കാണ്. 2:34 നമുക്ക് ഈ കസ്റ്റമറേയും കൂടി എടുത്തിട്ട് അയ്യോ, റെനെ മെഡിസിറ്റിയിൽ നിന്നായിരുന്നു ട്രിപ്പ്. കഴിഞ്ഞു പോയി ഗൈസ്. നമുക്ക് നോക്കി നിൽക്കാൻ എന്തായാലും സമയമില്ല. അവിടെ നിന്ന് ഇടന്നൊക്കെ വിസിലടി കേൾക്കുമ്പോൾ ഞാൻ വിചാരിച്ച് കസ്റ്റമറായിരിക്കുന്നു. കസ്റ്റമറാണല്ലോ വിസിലടിച്ച് വിളിക്കുന്നത്. ഞാൻ ആ കാര്യം ഓർത്തില്ല. റെനെ മെഡിസിറ്റി എന്നാണ് ട്രിപ്പ് അടിച്ചേട്ടാ. എന്തായാലും ഈ ട്രിപ്പും കൂടി നമുക്ക് പിക്ക് ചെയ്തിട്ട് ബാക്കി നോക്കാം ഗൈസ്. കസ്റ്റമർ മറ്റേ നമ്മുടെ എയർപോർട്ട് 2:30 മണിക്ക് ഫ്ലൈറ്റിൻ്റെ സ്റ്റാറ്റസ് നോക്കിയപ്പോൾ 2:30 മണിക്ക് തന്നെ കസ്റ്റമർ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ കസ്റ്റമർ നമ്മൾ വിളിച്ചിട്ടില്ല. പിന്നെ ഇൻ്റർനാഷണൽ ആയതുകൊണ്ട് എല്ലാം കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു 3:30 മണിയൊക്കെ ആവും. സോ നമുക്ക് 3:30 മണി വരെ സമയമുണ്ട്. അതിനുള്ളിൽ നമുക്ക് ഈ ഒരു കസ്റ്റമറെ കമ്പനിപ്പടി കൊണ്ടാക്കുക. എന്നിട്ട് അവിടെ നിന്ന് നേരെ കസ്റ്റമർ എടുക്കാം കേട്ടോ. നമുക്ക് എയർപോർട്ടിൽ പോയിട്ട് ടൈം എന്തായാലും ഇല്ല, കുറച്ച് ടൈമേ നമുക്കുള്ളൂ. സോ എല്ലാം ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിരിക്കണം. ഗൈസ്, ആ ട്രിപ്പും കഴിഞ്ഞിട്ടാ. ഇപ്പം സമയം 2:57. ഇതും ഓൺലൈൻ പേയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. എല്ലാം ഓൺലൈൻ പേയ്മെൻ്റ് ആണ്. ഓൺലൈൻ പേയ്മെൻ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. ക്യാഷ് ഔട്ട് ചെയ്തെടുക്കാമല്ലോ. എന്തായാലും നല്ലൊരു കസ്റ്റമർ ആയിരുന്നു കേട്ടോ. എടുത്താൽ എന്തായാലും നന്നായി. നല്ല കമ്പനിയൊക്കെ അടിച്ച് ഇങ്ങോട്ട് പോകുന്നു. ബികോമിന് പഠിക്കുന്ന, ഫൈനൽ ഇയറിന് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. പഠിക്കണ കാര്യങ്ങളും ഇതൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ നൈസായിട്ട് പോകുന്നിട്ടാ. നമ്മുടെ കസ്റ്റമറെ പിക്കാൻ സമയമായിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ട്രിപ്പൊന്നും ഞാൻ നോക്കണില്ലടാ. 3:30 മണി ഞാൻ കറക്റ്റ് പറഞ്ഞേക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവിടെ ഉണ്ടായിരിക്കണം. കാരണം ലണ്ടനിൽ നിന്ന് തന്നെ കസ്റ്റമറാണ്.
കസ്റ്റമർ ഒരിക്കലും നമ്മൾ പോസ്റ്റ് ആക്കരുത്. കറക്റ്റ് ടൈമിൽ നമ്മൾ അവിടെ ഉണ്ടായിരിക്കണം. ഇനിയിപ്പോൾ ട്രിപ്പൊന്നും വേണ്ട, കാലി ഓടി തന്നെ നേരെ അങ്ങോട്ട് പോകാനാണ് ഞാൻ നോക്കണത്. വഴിയിൽ വെച്ച് വല്ലയിടത്തൊന്നും കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഓക്കെ, സെറ്റ്. തോപ്പുംപടിയിൽ നിന്ന് അടിച്ചിട്ട് ഇവിടം വരെ എത്തിയ 237 രൂപ പിന്നെ അടിച്ചിട്ടാണ്, എന്നിട്ടാണ് ഫുള്ളായതിട്ടാ. ഒന്ന് യൂറിനൈറ്റും കൂടി ചെയ്തിട്ട് നമുക്ക് നേരെ പോകാം. ഇപ്പോൾ എയർപോർട്ടിൻ്റെ സൈഡിലെത്തി 3:11 സമയം. KL71. ആ ചേട്ടൻ്റെ ടയറിന് എന്തോ ചെറിയ കുഴപ്പമുണ്ട്, എയർ അടിച്ചിട്ട് കയറല. കേനാണ്ട എൻ്റെ പൊന്നെ പുള്ളിക്കാരനൊക്കെ പെട്ടാ. പുള്ളിക്കാരൻ്റെ വണ്ടി അങ്ങോട്ട് കയറണില്ല. എന്തോ പറ്റി പുള്ളിക്ക്. CNG അടിച്ച് ഫുള്ളാക്കി. CNG 237 രൂപ അത് ഫുള്ളാക്കിയപ്പോൾ. അതായത് നമ്മൾ കൊച്ചിയിൽ നിന്ന് ഇവിടം വരെ ഓടി വന്നത് 237 രൂപ. 48 കിലോമീറ്റർ നമുക്ക് കറങ്ങിയിട്ടാ, ഡയറക്റ്റ് അല്ല, കറങ്ങിയതുകൊണ്ടാണ്. നമ്മൾ 48 കിലോമീറ്ററിനടുത്ത് ചുമ്മാ ഒന്ന് ട്രിപ്പിന് വേണ്ടി ഇങ്ങനെ കറങ്ങിയല്ല, അതാണ്. എന്നാലും കാലി ഓടി പോകുന്നില്ലല്ലോ, കുഴപ്പമില്ല. 237 രൂപ നമുക്ക് ഇങ്ങോട്ട് വരാൻ ഏൺ ചെയ്ത പൈസ തന്നെയായി. ഇനിയിപ്പോൾ കോട്ടയത്തേക്ക് പോവാം. കസ്റ്റമർ വിളിച്ചിട്ടില്ല. 3:15 സമയം. 3:30 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വിളിക്കുമായിരിക്കും. 80 കിലോമീറ്റർ സ്പീഡിൽ 3:16 നമ്മൾ അവിടെ എത്തിയത്. 5 കിലോമീറ്റർ പിന്നിടാൻ 3:19. 3 മിനിറ്റ് മതിയിട്ടാ. 80 കിലോമീറ്റർ സ്പീഡിൽ, കറക്റ്റ് 80 കിലോമീറ്റർ സ്പീഡിൽ തന്നെ ഇങ്ങോട്ട് പോകുന്നു. നല്ല റോഡാണല്ലോ, അടിപൊളി. നമ്മുടെ ഇത് GPS ഉള്ളതുകൊണ്ട്, സ്പീഡ് ഗണർ ഉള്ളതുകൊണ്ട് 80 കിലോമീറ്ററിന് മേളിലിട്ട് നമുക്ക് കയറ്റാൻ പറ്റില്ല. അതുകൊണ്ട് സേഫ്റ്റിയാണ്, സേഫ്റ്റി പ്രോബ്ലം. ഇൻ്റർനാഷണൽ എയർപോർട്ട് നമുക്കിനി ഇവിടെ എവിടെയെങ്കിലും നിൽക്കാം. ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പുറത്ത് എവിടെയെങ്കിലും പോയി നിൽക്കാം. എന്നിട്ട് വിളിക്കുമ്പേ നൈസായിട്ട് വന്നാൽ മതിയല്ലോ. എൻ്റെ ബാക്ക് സൈഡിൽ എവിടെയെങ്കിലും പോയി നിൽക്കാം. എന്നിട്ട് പുള്ളി വിളിക്കുമ്പോൾ നൈസായിട്ട് അതിലേക്ക് എടുത്തുകൊണ്ട് നമ്മൾ കയറിയാൽ മതിയല്ലോ. ഓക്കെ, സെറ്റ്. ഇവിടെയൊന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെയൊക്കെ പാർക്ക് ചെയ്താൽ അപ്പം വരും, ഫൈനടി വരും, ഫൈനടി. നമുക്ക് ഈ റോട്ടിൽ കൂടിയാണ് ഇനി കോട്ടയത്തേക്ക് വേണ്ടത്. കാലടി വഴി മൂവാറ്റുപുഴ ആ വഴി ടച്ച് ചെയ്ത് നമുക്ക് പോവാലോ. വെറുതെ അതിലേക്ക് കൂടി കറങ്ങി ബ്ലോക്കി കിടക്കണേക്കാണെന്നല്ല ഈ വഴി പോണേ. ഇവിടെ നോ പാർക്കിംഗ് ആണല്ലോ ദൈവമേ. ഇവിടെ എവിടെയെങ്കിലും ഇടാട്ടോ, അവിടെ മൊത്തം വണ്ടികളുണ്ടാവും. മരത്തണൽ കിട്ടൂല, അതാണ് ഏറ്റവും വലിയ സീൻ. പോസ്റ്റായിരിക്കും എന്തായാലും, അവിടെ എവിടെയെങ്കിലും കൊണ്ടിടാം. നോ രക്ഷട്ടാ, മരത്തണൽ കിട്ടണ ഒരു വഴിയില്ല. മരത്തണലൊക്കെ എല്ലാം വണ്ടികളാണ്. ഞാൻ എവിടെയെങ്കിലും കൊണ്ടുവന്ന് സൈഡ് ഇട്ടിട്ടേ ഗൈസ്, ആദ്യം ഇവിടെ ഇടാം. ഓക്കെ, കറക്റ്റ് ഒരു വണ്ടിക്കുള്ള ഗ്യാപ്പ് കിട്ടിയിട്ടാ, സെറ്റ്. ഓ താങ്ക് യു ജീസസ്. ഇനി നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബർ മച്ചാൻ വിളിക്കാൻ വേണ്ടി കാത്തിരിക്കാം. സമയം 3:29, അതായത് 10 മിനിറ്റ് മുമ്പേ നമ്മൾ എത്തിയിട്ടുണ്ട്. EY332 എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലൈറ്റ് ആണ്ടാ. EY332 ഫ്ലൈറ്റ് സ്റ്റാറ്റസ് എന്ന് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാറ്റസ് കിട്ടും. 2:37 അറൈവ് ആയിട്ടുണ്ട്. ടെർമിനൽ 3 ഇട്ടാ ഗേറ്റ്. 2:37 അറൈവ് ചെയ്തേക്കണം. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ വിളിക്കാറായിട്ടാണ് കേട്ടോ. നമ്മളിപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും പുള്ളി വിളിക്കാൻ ചാൻസ് ഉണ്ട്. കണ്ടാ 2:37 അറൈവ്ഡ്. ഓക്കെ, സംഭവം സെറ്റാണ്. പുള്ളിക്കാരൻ ലാൻഡ് ആയിട്ടുണ്ട് ഇവിടെ. ഇനി നമ്മളെ വിളിച്ചാൽ മാത്രം മതി കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനെയാണ് സംഭവം. ടൈമിംഗ് ആണ് നോക്കി ഗൈസ്. പുള്ളി ഇപ്പോൾ വിളിച്ചു തന്നെ 3:29 വിളിച്ചു തന്നെ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ആ പറഞ്ഞ് ഉണ്ടാതിരിക്കോ, ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞ് A13 എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പില്ലർ നമ്പർ പറഞ്ഞാൽ മതി, ഞാനപ്പോൾ അങ്ങോട്ട് കയറി വരാമെന്ന് പറയട്ടോ. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, അകത്ത് തന്നെയാണ്, അകത്ത് നിന്ന് കാണുന്ന കാഴ്ചയാണ്. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് വിളിക്കാം, അപ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, അത് മതി. അപ്പോൾ നമുക്ക് ഏത് നിമിഷം വേണമെങ്കിലും പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ. സോ നൈസായിട്ട്
പരിപാടി നോക്കി പോട്ടെ, അത് നടക്കുള്ളൂ. ഞാൻ മാറ്റിയ സ്ഥാനത്ത് ആ ഇരട്ടിക ചേട്ടൻ കൊണ്ടുവന്നിട്ടാ. അവിടെ തണലുണ്ടായിരുന്നു, നമുക്ക് എന്തുകൊണ്ടും ഒന്നും കുഴപ്പമില്ല. പക്ഷെ പള്ളുരുത്തിയിൽ നിന്ന് ട്രിപ്പ് വന്നില്ല, അതാണ് ഇത്തിരി ശോകമായത്. പള്ളുരുത്തിയിൽ നിന്ന് നമുക്ക് പാലാരിവട്ടത്തേക്ക് ഒരു ട്രിപ്പ് കിട്ടിയിരുന്നെങ്കിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കയറിയാണ്. പക്ഷെ കിട്ടിയില്ല. എയർപോർട്ടിലേക്കുള്ള ട്രിപ്പ് എന്തായാലും കിട്ടൂല. അത് എയർപോർട്ടിലേക്കുള്ള ട്രിപ്പ് വരുമ്പോൾ നമുക്ക് വേണ്ട, മനസ്സിലായോ? അപ്പം ദൈവം പറഞ്ഞിട്ടുണ്ട്, നീ എപ്പോഴും എയർപോർട്ട് ട്രിപ്പ് നീ കെട്ടായി കളയും, ഇന്ന് നീ അനുഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് സംഭവിച്ചാണ്. ഇനിയിപ്പോൾ ഇവിടെ നിൽക്കാം, എന്നിട്ട് വിളിക്കുമ്പോൾ ഒറ്റയടിക്ക് അങ്ങാട് നൈസായിട്ട് എടുത്തോണ്ട് പോവാട്ടോ. ടൈമിങ് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയാണല്ലോ ടൈമിങ്. കറക്റ്റ് ആ 2 ട്രിപ്പ് എടുക്കാനും, മനസ്സിലായോ? എല്ലാം കൊണ്ടും കറക്റ്റ് ടൈമിങ് ആണോ നമ്മൾ എത്തിയേക്കണത്. പിന്നെ ഇന്റർനാഷണൽ, അയ്യോ A7 എന്നല്ല പറഞ്ഞത്, അങ്ങോട്ട് തുറക്കങ്ങാട് തുറന്നോ. T3 ഓക്കെ. അറബിലേക്ക് നമ്മൾ കയറി. A7 പുള്ളി നിൽക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ആ A7 കണ്ടുപിടിച്ചിരിക്കുന്നു ഗൈസ്. ലെറ്റ്സ് ഗോ. പുള്ളിനെ പിക്ക് ചെയ്തിട്ട് കമ്പനി ആക്കിയിട്ട് പുള്ളിനെ കാണിച്ചു തരാടാ. പുള്ളി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ പണി കിട്ടും. നമ്മൾ അങ്ങനെ ഷിബു സാറിനെ പിക്ക് ചെയ്തിട്ടാ ഇപ്പം ഇറങ്ങി. നമുക്ക് കുറച്ച് ലഗേജസ് ഉണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത്. സാറ് ബാക്കിലുണ്ട് കേട്ടാ. ഞാൻ പതുക്കെ പരിചയപ്പെടുത്താം സാറിന്. ഇപ്പോഴേ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യണം, ശരിയല്ല. ഇനി മെഡിക്കൽ കോളേജ് ആ ഒരു സൈഡിലേക്കല്ലേ നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഇനി ഓക്കെ. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് അവിടം വരെ എത്താനുള്ള സമയമുണ്ട്. ചെറിയൊരു ഇതുണ്ട് സാറിന്. ചൂടെടുക്കണുണ്ടാവല്ലേ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ? നല്ല ചൂടുണ്ട്. അതെ, ഇവിടെ ഉച്ച സമയത്തൊക്കെ നല്ല ചൂടാണ്. നമുക്ക് മൂവാറ്റുപുഴ കയറി അങ്ങോട്ട് പോയാൽ പോരെ? അതിലേ പോവാം. അതെ തന്നെ. നല്ലൊരു അടിപൊളി മഴയൊക്കെ പെയ്തിട്ടാ. നമുക്ക് സാറിനൊരു ചായ മേടിച്ചു കൊടുക്കാം. ലണ്ടനിൽ നിന്ന് തന്നെയല്ലേ? ഇപ്പൊ 6 മാസം കഴിഞ്ഞിട്ടല്ലേ വന്നത്? 6 മാസം കഴിഞ്ഞിട്ടാണ് വന്നത്. നൈസ്. അപ്പൊ ഒരു ചായയൊക്കെ കുടിച്ച് പയ്യെ പോവാം. നല്ലൊരു അടിപൊളി മഴയൊക്കെ പെയ്തിട്ടുണ്ട്. ഇത്ര നേരം നല്ല വെയിലായിരുന്നു, ഇന്നിപ്പോൾ നല്ല രീതിയിൽ തണുത്തിട്ടുണ്ട്. സാറ് വന്നപ്പോൾ തന്നെ ആദ്യം പറഞ്ഞ AC ഇട്ടോ, ഞങ്ങൾക്ക് ചൂട് പറ്റൂല എന്ന് പറഞ്ഞിട്ടാ. നമ്മൾ AC ഇട്ടിട്ടുണ്ട്. ഇപ്പം നല്ലൊരു മഴയും കൂടി പെയ്തപ്പോൾ നല്ല ചില്ലായിട്ടുണ്ട്. ചില്ലായിട്ടില്ലേ അല്ലേ? ചില്ലായി. സാറിനെ കാണിക്കണോ? അതെ, പുള്ളി ഇവിടെ ഉണ്ട് കേട്ടോ. ഹായ് ഹായ് ഹായ്. ഗൈസ്, സാറ് വന്നത് വലിയൊരു മഴയായിട്ടാണ്ടാ. അടിപൊളി മഴയായിട്ടാണ് വന്നേക്കണത്. നോക്കിയേ, വിസിബിലിറ്റി നോക്കിയേ. നല്ല അടിപ്പം മഴയുണ്ടാവും പെയ്തുകൊണ്ടിരിക്കണത്. ഈ വർഷത്തെ അടിപൊളി മഴ, ഈ വർഷത്തെ ആദ്യത്തെ അടിപൊളി മഴ. സൂപ്പർ. പതുക്കെ പോകാൻ പറ്റുള്ളൂ നമുക്ക്. മരമൊക്കെ വീടാറായി കിടക്കണേ. അവിടെ വലിയ ഫ്ലെക്സ് ഒക്കെ വീണ് ഭയങ്കര ഡേഞ്ചറായിട്ട് കിടക്കണ്ടേ, ലൈൻ കമ്പിയൊക്കെ പൊട്ടിയിട്ട്. ഇവിടെ നോക്കി, ഇവിടെ ഒരു മരം ചരിഞ്ഞിരിക്കണേ, എപ്പോൾ വേണമെങ്കിലും വീഴും. ഇത് ഈ വർഷത്തെ ആദ്യത്തെ കിടിലം മഴയുണ്ട. അത് നമ്മുടെ സബ്സ്ക്രൈബർ സാറിൻ്റെ ഒപ്പം, ഷിബു സാറിൻ്റെ ഒപ്പം. അടിപൊളി. നമ്മൾ മൂവാറ്റുപുഴ എത്തിയിട്ടാ. ഇനി ഇവിടെ നിന്ന് 48 കിലോമീറ്റർ കാണിക്കണ്ടേട്ടാ. ഇപ്പം സമയം 4:56 ട്ടാ. നമ്മുടെ ഷിബു സാറിൻ്റെ കുറച്ച് കഥകളൊക്കെ കേട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണേണ്ട. അപ്പോൾ കൂടുതൽ പരിചയപ്പെട്ടപ്പോൾ ഷിബു സാറ് നമ്മുടെ ലണ്ടനിൽ ടാക്സി ഓടിക്കണതാണ്. അത് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ പുള്ളിക്ക്. നമ്മ അവിടുത്തെ എക്സ്പീരിയൻസുകളൊക്കെ ഞാൻ ചോദിച്ചുകൊണ്ട് വന്നതാണ്. കൂടുതലും ഷൂട്ട് ചെയ്തില്ല, കാരണം 2-2.5 മണിക്കൂറും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാഴ്ചക്കാർക്ക് ലാഗായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ അധികം കൂടുതലും ഷൂട്ട് ചെയ്തില്ല. ഞങ്ങൾ പരസ്പരം സംസാരിച്ചും കുറച്ച് കഥകളൊക്കെ പറഞ്ഞ ഇങ്ങനെ പോകുന്നേട്ടാ. അപ്പോൾ അവിടുത്തെ നാവിഗേഷൻ, ഞാൻ ഗൂഗിൾ മാപ്പ് ഇപ്പം എന്നെ വഴിതെറ്റിച്ച് വിട്ടായിരുന്നു. അപ്പോൾ സാറ് അവിടുത്തെ ഒരു എന്താ നാവിഗേഷൻ അല്ലേ, മീൻസ് സാറ്റലൈറ്റ് നാവിഗേറ്ററിനെ പറ്റി സാറ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടാ. മീൻസ് ഇവിടത്തെ പോലെ അല്ല അല്ലേ? ഇവിടെ
ഇവിടെയും മേടിക്കാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവിടുത്തെ കറക്റ്റ് നല്ല സാധനം കിട്ടും ഇവിടെ. ടോം എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ് ടോം. അപ്പൊ ഞാനിപ്പോ ഉപയോഗിക്കുന്ന അതാ. അത് കറക്റ്റ് ആക്യുറേറ്റ് ആണ്. അവിടെ ഗൂഗിള് കാണിക്കുന്നതിനേക്കാൾ കുറെ കൂടെ ആക്യുറേറ്റ് ആയിട്ട് അത് കാണിക്കും അവിടെ. ഇതുപോലെ ഇപ്പൊ സംഭവിച്ച പോലെ അങ്ങനെ മാറ്റിപ്പെടുത്തൊന്നുമില്ല. കുറെ കൂടെ ആക്യുറേറ്റ് ആയിരിക്കും. അപ്പൊ സാറിന്റെ കുറെ കഥകളൊക്കെ കേട്ട് നൈസായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേണ്ട. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ പൊറോട്ടയും ചിക്കൻ 65 ഒക്കെ കഴിച്ചില്ല. സോ ഇവിടെ നിന്ന് ഇനി ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ അല്ലേ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. സോ ഗൈസ് ഇപ്പോൾ 6:30 മണിയായിട്ടാ. ഇവിടെ എത്തിയപ്പോൾ ഇതൊക്കെ പോയി, മഴയൊക്കെ പോയിട്ടാ ഗൈസ്. അങ്ങനെ സാറിൻ്റെ വീട്ടിലെത്തി. ഇനി ഇതൊക്കെ ഞാനൊന്ന് പുറത്തിറക്കി വെക്കട്ടേടാ. എല്ലായിടത്തും മാങ്ങ ഉണ്ടെന്നോ അല്ലേ? മാങ്ങ അതെ. ശരി സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ. ഈ മാങ്ങ നൈസ്. അടിപൊളി ഗൈസ്. എന്താ പറയാ, സന്തോഷം, വളരെ സന്തോഷം ഗൈസ്. ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ ഇതേപോലെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മളെ ഇതേപോലെ ട്രിപ്പിനൊക്കെ വിളിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഞാനത് വ്ളോഗും ചെയ്യും. കാരണം എനിക്ക് നല്ല നല്ല കസ്റ്റമേഴ്സിനെ കിട്ടുന്നു. ആ കസ്റ്റമേഴ്സിൻ്റെ കൂടെ കുറേ അറിവുകൾ എനിക്ക് ഷെയർ ചെയ്യുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് കുറേ എക്സ്പീരിയൻസുകളൊക്കെ ഉള്ള കുറേ കസ്റ്റമേഴ്സിനെ എനിക്ക് കിട്ടുന്നു. ഷിബു സാറ് അത് ഒരു രക്ഷയിലുണ്ടാവും. നല്ല നോളജുള്ളൊരു മനുഷ്യൻ. അതായത് വണ്ടീൻ്റെ കാര്യങ്ങളിലായാലും മനസ്സിലായോ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചാണ് കേട്ടോ. UK പുള്ളി 32-ാം വയസ്സിൽ പോയതാന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി അവിടെ സെറ്റായി ഒരു വണ്ടിയൊക്കെ എടുത്ത് പുള്ളി അവിടെ ടാക്സി പരമായിട്ട് ഓടിച്ച് ജീവിക്കുന്ന ഒരു അടിപൊളി മനുഷ്യൻ. സൂപ്പർ. പുള്ളിയുടെ കാര്യങ്ങളും കുറേ എക്സ്പീരിയൻസുകളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മച്ചാന്മാരൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ടല്ലോ, നമുക്ക് UK പോകാൻ പറ്റുമോ, ഡ്രൈവർ വാക്കൻസി എന്തെങ്കിലുമൊക്കെ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതേപോലെ സാറിനോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞത് ഏജൻസികളൊക്കെ അതൊക്കെ വെറുതെ കാശ് മേടിക്കാൻ വേണ്ടി മാത്രം ചെയ്യണതാണ്. ശരിക്കും പറഞ്ഞാൽ UK അങ്ങനെ ഡ്രൈവർമാർക്ക് നേരിട്ടുള്ള അതൊന്നും ഇല്ല എന്നാണ് പുള്ളി പറയണത്, മനസ്സിലായോ. അപ്പോൾ വേറെ ഏതെങ്കിലും ഫീൽഡിലേക്ക് കയറി പറ്റി എന്നിട്ട് അവിടെ ചെന്നിട്ട് ഈ ടാക്സി ഫീൽഡിലോട്ടൊക്കെ ഇറങ്ങണം. അങ്ങനെ അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അത് നിങ്ങളുടെ മുമ്പിലേക്ക് എനിക്ക് ഷെയർ ചെയ്യാനും പറ്റി. കാരണം ഇത്ര 10 ലക്ഷം രൂപ കൊടുത്ത് ഞാൻ UK പോണേണ്, ടാക്സി ഡ്രൈവറായിട്ട് പോണേണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 10 ലക്ഷം രൂപയൊന്നും കൊടുത്ത് പോകാനൊന്നും നിൽക്കേണ്ടെന്നൊക്കെയാണ് സാറ് പറയണത്. അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല അവിടെ, മനസ്സിലായോ. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ അന്വേഷിച്ചും കണ്ടൊക്കെ കാശൊക്കെ കാശൊന്നും മുടക്കേണ്ട കാര്യമില്ല. അതൊക്കെ പറ്റിക്കൽസ് ആണെന്നാണ് സാറിൻ്റെ ഒരു അതിൽ നിന്ന് പറഞ്ഞു തന്നേട്ടാ. പിന്നെ കൈസ നമ്മുടെ ഷിബു സാറ് അവിടെ സാറിൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായ അനുഭവം പറഞ്ഞേട്ടാ. ഇങ്ങനെ രാത്രി ടാക്സി ഓടണ ഒരു മച്ചാന് 3-4 ഫോറിനേഴ്സ് വണ്ടി വിളിച്ച് കയറി. എന്നിട്ട് ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഫോറിനർ, അവിടുത്തെ UK ആൾക്കാർ, സായിപ്പന്മാർ. അപ്പോൾ എന്നിട്ട് പുള്ളീനോട് പറഞ്ഞ് ഇടിച്ചോടിക്കും, കാശുമില്ല, പുള്ളിയുടെ പൈസ മേടിച്ചെടുത്തിട്ട് വിട്ട കഥകളൊക്കെ. അപ്പം നമ്മുടെ നാട്ടിൽ മാത്രമല്ല അവിടെയും കള്ളന്മാരൊക്കെ ഉണ്ട്, സീനാണെന്ന് പറഞ്ഞില്ല. അപ്പം പോണ ഡ്രൈവർമാരൊക്കെ സൂക്ഷിക്കുക. എല്ലായിടത്തും എല്ലാ ടൈപ്പ് ആൾക്കാരുണ്ട് എന്നുള്ള പഠനം പറഞ്ഞു തന്നു. പിന്നെ സാറ് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടാ. നമ്മളെ അപ്പനമ്മനെയൊക്കെ നല്ല പൊന്നുപോലെ നോക്കണം. മീൻസ് നമ്മളെ അപ്പനമ്മയും അത്രയ്ക്ക് നമ്മളെ നോക്കി വലുതാക്കിയതാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ പുള്ളി ഷെയർ ചെയ്തു. ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി. അത് നല്ല കസ്റ്റമേഴ്സ് നമ്മുടെ വണ്ടി കയറുമ്പോൾ നമുക്ക് കിട്ടണ ഒരു എനർജി ഉണ്ട്, മനസ്സിലായോ. ലാസ്റ്റ് സാറ് എന്നെ വീട്ടിലേക്ക് വിളിച്ച് കയറ്റിയിട്ടാണ് എനിക്ക് പൈസ തന്നത്. അത്ര മര്യാദ. പോകുന്ന വഴിക്ക് എൻ്റെ അടുത്ത് ഹോട്ടലിൽ നിർത്തി നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ഫുഡ് മേടിച്ച് തന്ന്. നൈസ് പൊറോട്ടയും നല്ല അടിപൊളി ചാറും ചിക്കൻ 65 ഞങ്ങൾ രണ്ടുപേരും കൂടി ഷെയർ ചെയ്ത് കഴിച്ച്. ഇതൊക്കെ നല്ല മനസ്സുള്ള കുറേ കസ്റ്റമേഴ്സ് നമ്മുടെ ഇവിടെ ഉണ്ട്.
പുള്ളി ഈ ഫീൽഡാണ് ടാക്സി. പക്ഷേ പുള്ളി എത്ര വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. പുള്ളിക്കറിയാം, മനസ്സിലായോ, എങ്ങനെയൊക്കെ ഒരാൾ ഒരു ഡ്രൈവറിൻ്റെ എല്ലാ കഷ്ടപ്പാടുകളും അറിയാവുന്നൊരു പുള്ളിയാണ് ഷിബു സാറ്, മനസ്സിലായോ. അതുപോലെ തന്നെ പുള്ളി അടിപൊളിയായിട്ട് ട്രീറ്റ് ചെയ്തിട്ടാ. അത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമുണ്ട്, നല്ല സന്തോഷം എന്ന് പറഞ്ഞാൽ അടിപൊളി. പിന്നെ നമ്മുടെ ഷിബു സാറ് പറഞ്ഞതനുസരിച്ച് നമ്മുടെ UK-ലൊക്കെ നല്ല സ്കോപ്പ് ഉണ്ട് കേട്ടോ ഊബർ ഡ്രൈവിങ്ങിനൊക്കെ, അതായത് ഓൺലൈൻ ഡ്രൈവിങ്ങിനൊക്കെ. ഊബറൊക്കെ ഫുൾ ഇൻ്റർനാഷണൽ ആണല്ലോ. സോ നല്ല സ്കോപ്പുള്ള ഒരു സംഭവമാണ്. കയറി പറ്റി അവിടെ എത്തി വർക്കിന് കയറി, എന്നാലും അത്ര രക്ഷയുള്ളൂ. മണിക്കൂറിനാണ് പൈസ. ചില്ലറ കളിയല്ല മോനെ, പൊളി വൈബാണ് ഗൈസ്. ഞാൻ ആ കസ്റ്റമർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിരിക്കുന്ന ടൈമിൽ ഞാൻ ഊബർ ഓണാക്കാൻ മറന്നു കേട്ടാ. ഞാൻ ജസ്റ്റ് ഒന്ന് ഊബർ ഓണാക്കിയിട്ട് നേരെ നാവിഗേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. കാത്തു നിൽക്കാനൊന്നും എന്നെ കൊണ്ട് വയ്യ ഗൈസ്. നമ്മ ട്രിപ്പ് കിട്ടി അപ്പ് ആൻഡ് ഡൗൺ റേറ്റ് പറഞ്ഞേ ഈ ഊബറിൽ ട്രിപ്പ് കുറവാണെന്നത്. നമ്മ ഇനി ഇവിടെ പോസ്റ്റ് അടിച്ച് കിടന്ന് ട്രിപ്പ് എടുത്തുകൊണ്ട് പോകാനൊന്നും ഉള്ള മൈൻഡ് എനിക്കുള്ള ഗൈസ്. നൈസായിട്ട് ഈ പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ നൈസായിട്ട് ആസ്വദിച്ച് പോകണേ. നമുക്ക് ജീവിച്ച് പോകാനുള്ള എമൗണ്ട് നമ്മൾ ഒപ്പിക്കുക, നൈസായിട്ട് എൻജോയ് ചെയ്ത് വൈബ് അടിച്ച് വരിക. അതാണ് എൻ്റെ പോളിസി. പക്ഷേ വരെ നിങ്ങൾക്ക് വണ്ടി വിളിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഫുൾ ഡീറ്റെയിൽ എനിക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ സെറ്റാണെന്നുണ്ടെങ്കിൽ വരും. അതായത് അവൈലബിലിറ്റി നോക്കിയിട്ട് വരാം. ഊബറിൽ ഇതുവരെ ട്രിപ്പ് അടിച്ചില്ല കേട്ടോ. എറണാകുളത്ത് ട്രിപ്പ് അടിക്കണല്ലോ, പിന്നെയാണ് ഇവിടെ ട്രിപ്പ് അടിക്കുന്നത് അല്ലേ. പിന്നെ ലക്കാണ് കേട്ടോ, എല്ലാം ലക്കാണ്. അടിച്ച് ഇല്ലെങ്കില്ല ഗൈസ്. അപ്പോൾ നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു കേട്ടോ ഇന്ന് നമ്മൾ 12:30 മണിക്ക് ഇറങ്ങി. അപ്പോൾ മാക്സിമം പോയി ഇപ്പോൾ ഒരു 125 കിലോമീറ്റർ എത്തിയിട്ടുള്ളൂ കേട്ടോ. ഞാൻ അപ്പ് ആൻഡ് ഡൗൺ റേറ്റ് ആണ് സാറിനെ നിന്ന് മേടിച്ചത് കേട്ടോ. സാർ എനിക്ക് ടിപ്പ് തന്നു. ഞാൻ എത്ര രൂപ മേടിച്ചിട്ടുണ്ടാവും എന്ന് നിങ്ങൾ കമൻ്റ് അടിക്കും. നിങ്ങളുടെ എമൗണ്ട് കറക്റ്റ് ആണെന്ന് നോക്കട്ടെ. സാറ് പോണത് ഇത്തിരിയും കൂടി റേറ്റ് കൂടുതലായിരുന്നു എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത്. ഞാനൊരു എമൗണ്ട് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കിലോമീറ്റർ ചാർജ് വെച്ചിട്ട്. അപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞ ആ എമൗണ്ടിൽ നിന്ന് സാർ എനിക്ക് ടിപ്പ് തന്നിട്ടാ. ടിപ്പ് വിത്ത് ഫുഡും മേടിച്ചെന്ന്. അടിപൊളി ഗൈസ്. ഞാൻ മറ്റേ തുറവൂർ വഴി കയറിയിട്ടാ. തുറവൂർ വഴി കയറി നേരെ ചെല്ലാനം വഴി നേരെ അങ്ങോട്ട് പള്ളുരുത്തിലേക്ക് പോകണേ നല്ലത്. അല്ലെങ്കിൽ മൊത്തം ഭയങ്കര കുണ്ടും കുഴിയൊക്കെയാണ്. അതൊക്കെ കഴിഞ്ഞ് പോകണം. ഇവിടുത്തെ റെയിൽവേ ക്രോസ് കഴിഞ്ഞാൽ നേരെ നമ്മുടെ പള്ളിത്തോട് കള്ളുഷാപ്പ് വഴി നേരെ അങ്ങോട്ട് കയറി അങ്ങോട്ട് സ്ട്രെച്ച് റോഡാണ്, ബ്ലോക്കില്ല ഒന്നുമില്ല, നല്ല റോഡാണ്. ആ റോഡ് കയറി അങ്ങോട്ട് പള്ളുരുത്തി പിടിക്കാം, അതാണ് നല്ലത്. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ 8:48 കേട്ടോ. 12:30 മണിക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്ന് എത്ര രൂപ നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് അടിക്കട. ഹാവ് എ നൈസ് ഡേ ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. പിന്നെ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കടാ, കോണ്ടാക്ട് ചെയ്യും, നമുക്ക് അടിച്ചു വിളിക്കാന്ന്. ബൈ ഗൈസ്. ചെറിയൊരു പണി കിട്ടി ഗൈസ്. പണി എന്താണെന്ന് വെച്ചാൽ ഷിബു സാറിൻ്റെ ബാഗ് വണ്ടീൻ്റെ ഉള്ളിൽ പെട്ടുപോയി. സീനായി. ഐ ആം ട്രാപ്പ്ഡ്. സാറ് രാവിലെ വിളിച്ചിട്ട് ഒരു ബാഗ് മിസ്സിങ് ആണ് ഫെബിൻ എന്ന് പറഞ്ഞു. ഞാൻ രാവിലെ വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഗൈസ്. പെട്ട് ഗൈസ്. അങ്ങനെ രാവിലെ തന്നെ ഷിബു സാറിനെ കാണാൻ വേണ്ടി പോണേണ്ട. പിറ്റേ ദിവസം ഉണ്ടാ സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഫെബി ബോക്സ് പെട്ടുപോയി എന്ന് പറഞ്ഞ്. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ബോക്സ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വേറൊരു ട്രിപ്പ് എടുത്തിട്ടില്ല. ജസ്റ്റ് ഞാൻ ഊബർ ഓൺ ആക്കിയിട്ടുണ്ട്. വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ ലക്കാണ്, അല്ലെങ്കിൽ സാറിന് എന്തായാലും കൊണ്ടേ ഏൽപ്പിക്കാം. കാരണം സാറിൻ്റെ എന്തൊക്കെയായിരിക്കും വിലപ്പെട്ടതൊക്കെയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ എത്തിക്കുക, അത് മാത്രമേ ഇനി എൻ്റെ മുമ്പിലുള്ള ലക്ഷ്യം. സത്യത്തിൽ നമുക്ക് കൊറിയർ അയച്ച് കൊടുക്കാം, പക്ഷേ കൊറിയർ അയച്ച് നമ്മൾ എന്തെങ്കിലും ഒരു മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ നടക്കണം. നമ്മളെ വിശ്വസിച്ച് ഒരാൾ വിളിച്ചിട്ട് നമ്മളുടെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടായത്, അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നത്. ഗൈസ്, അങ്ങനെ നമ്മൾ സാറിൻ്റെ വീട്ടിലേക്കുള്ള വഴി കയറിയിട്ട. ഇപ്പോൾ സമയം 11:30 ആയിട്ടാ. രാവിലെ ഇറങ്ങിയതാണ്. നമുക്ക് സാറിനൊന്ന് വിളിച്ചു നോക്കടാ. ആ കാണുന്നതാണ് സാറിൻ്റെ വീട്. സാറിൻ്റെ അടുത്ത് ഞാൻ നാളെ വരുള്ളൂ എന്നാണ് പറഞ്ഞത്. സാറുണ്ടാന്നറിയില്ല, നമുക്ക് വിളിച്ച് നോക്കാം എന്തായാലും.
ഹലോ, ആ സാർ വീട്ടിലുണ്ടോ? ആ സാർ ആ ഗേറ്റ് ഒന്ന് തുറക്കാവോ? ആ ഇവിടെ എത്തി. ആ അതെ, ഞാനിത് ഇനി ഇത് വെച്ചോണ്ട് നിക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇപ്പൊ തന്നെ ഓടി പോന്നു ഇങ്ങോട്ട്. സാർ ഒന്ന് തുറക്കാവോ? ഗേറ്റ് തുറക്കാവോ? ഞാൻ പുറത്തുണ്ട്. ഓക്കെ ഓക്കെ ശരി. എനിക്ക് 1-2 കേസ് കിട്ടും. അപ്പൊ അത് കഴിഞ്ഞ് കല്ലറ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു നാളെ. അതെ അല്ലെ? അപ്പൊ അതുവഴി അങ്ങനെയാണ് ചേർത്തല പരിപാടി നമുക്ക് മുട്ടാൻ കാണാന്നൊക്കെ പറയാനായിട്ടിരിക്കുന്നു ഞാനെന്നാ. നാളെ മാർച്ച് 19 ഹായ്. എന്തായാലും അതൊരു വീഡിയോ ആക്കാൻ പറ്റി എനിക്ക്. ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈമാണ്. ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അവിടെ തന്നെ ഇരിക്കണേ. ഇല്ല ഞാൻ പോണേണ്, ഇനി സമയമില്ല. അതെ, ഓട്ടമൊന്നുമില്ല. ഇന്നിപ്പോ ഇനി വീട്ടിലേക്ക് പോകുന്നു, എഡിറ്റ് ചെയ്യുന്നു, അങ്ങനെ. അതെ, ഇനിയിപ്പോ നേരെ വീട്ടിലേക്ക് പോകും. ഞാൻ ഇത് തരാൻ വേണ്ടി മാത്രം വന്ന. അതെ സാറ് ഒട്ടും പ്രതീക്ഷയില്ലട്ടാ. ഞാൻ പിറ്റേ ദിവസം രാവിലെ തന്നെ കൊണ്ടുവന്ന് തരുമെന്ന്. സാറിന്റെ കിളി പോയി. സാറ് കുടിക്കാനൊക്കെ വെള്ളമൊക്കെ എടുക്കാൻ. ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ധൃതിയാണ്, ഞാൻ പോണേണെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ ചാടി ഇറങ്ങി ഗൈസ്. എന്തായാലും അടിപൊളി. ഇങ്ങനെ അത് എൻ്റെ അശ്രദ്ധയാണ് ശരിക്കും. നമ്മ ഒരു കസ്റ്റമറെ ഇറക്കുമ്പോൾ നമ്മ എല്ലാം ചെക്ക് ചെയ്യണം ശരിക്കും പറഞ്ഞത്. അത് എൻ്റെ അശ്രദ്ധയാണ്, എൻ്റെ മിസ്റ്റേക്കാണ് സത്യത്തിൽ. സോ നമ്മൾ ആ മിസ്റ്റേക്ക് തിരുത്തി പിറ്റേ ദിവസം തന്നെ സെറ്റാക്കി ഹാപ്പിയായി. എന്തായാലും കസ്റ്റമറെ ഞാൻ ബാഡാക്കിയില്ല, സന്തോഷം. അപ്പോൾ അവരെ അടുത്ത വീഡിയോയിൽ കാണാം. അയ്യോ, ഞാൻ കോട്ടയത്താണ്, ഇല്ലേ തിരിച്ച് പോണേണ്. നൈസ്. ഷിബു സാർ ഒട്ടും പ്രതീക്ഷയില്ലടാ ഞാൻ പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നരുമെന്ന്. കാരണം ഒരു കസ്റ്റമറിൻ്റെ കുറേ വിലവെളുപ്പുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ, ഒന്നും പറയാൻ പറ്റില്ല. കാരണം അതും വെച്ചോണ്ട് എനിക്ക് വേറെ കസ്റ്റമറെ കയറ്റാനും പറ്റില്ല എൻ്റെ വണ്ടിയിൽ. ഈ ഇപ്പോൾ ഫുള്ള് ചെക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായോ? സോ ഞാൻ ഗ്രൂപ്പിലിട്ടായിരുന്നു ഈ വഴി ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഒന്ന് സാറിന് കൊടുത്താൽ മതിയായിരുന്നു ശരിക്കും. പക്ഷേ പിള്ളേർ പോകണ്ടാവും, പക്ഷേ എല്ലാവർക്കും പേടിയായിരിക്കും ഇന്ന പോലെ ബാഗിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാതെ, മനസ്സിലായോ? അപ്പോൾ ആരും ടാക്സി ഡ്രൈവേഴ്സ് ആരും മേടിക്കില്ല. സോ അത് അങ്ങനെ ചോദിക്കാൻ പോലും പാടില്ല നമ്മൾ ഇങ്ങനെ കൊണ്ട് ബാഗ് കൊടുക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. എനിവേ എന്തായാലും സാറിനെ കുറച്ച് ബുദ്ധിമുട്ടിച്ചു. എൻ്റെ ഭാഗത്തുണ്ടായിരുന്ന തെറ്റാണത്. നമ്മൾ ഒരു കസ്റ്റമറെ ഇറക്കുമ്പോൾ എല്ലാം ചെക്ക് ചെയ്യണം. ഇപ്പം കോട്ടയം തൊട്ടടുത്തായതുകൊണ്ട് കുഴപ്പമില്ല. നേരെ തിരിച്ച് എല്ലാം കണ്ണൂരൊക്കെ ആയിരുന്നെങ്കിൽ 8ന്റെ പണി കിട്ടിയാനെ. സോ ഹാപ്പിയാണ്, കസ്റ്റമറും ഹാപ്പിയായി. ഷിബു സാറ് ഒട്ടും പ്രതീക്ഷയില്ല ഞാൻ രാവിലെ തന്നെ കൊണ്ടുവന്ന് തരുമെന്ന്. അങ്ങനെ എല്ലാവരും ഹാപ്പിയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും നോക്കിയും കണ്ടും കസ്റ്റമറൊക്കെ അറ്റൻഡ് ചെയ്യുക. ഹാപ്പി. ഇന്നത്തെ ദിവസം സഭാഷണ്ട 8ന്റെ പണി കിട്ടിയേക്കണം. ഈ സാധനം കണ്ട 8ന്റെ പണി എന്നൊക്കെ പറയൂലേ, അതാ കിട്ടിയേക്കണം. ഒരു സ്ക്രൂ അങ്ങനെ തന്നെ പൊളിച്ച് കയറിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ട്. നൈസ്. ഇന്നത്തെ ദിവസം കൊള്ളാം എന്തായാലും. ഞാൻ നമ്മുടെ ചെല്ലാനം വഴിയാണ്ട വന്നത്. ഭാഗ്യത്തിന് ചെല്ലാനത്ത് വെച്ചാണ് ഈ സൗണ്ട് കേൾക്കാൻ തുടങ്ങിയത്. എയർ മൊത്തത്തിൽ പോയിട്ടില്ല, കണ്ട എയർ ഉണ്ട്. പക്ഷെ വണ്ടി ഓടിക്കുമ്പോൾ കട്ട ആ സൗണ്ടില്ലേ, അത് കേൾക്കണം. അപ്പോൾ ഞാനിപ്പോൾ മറ്റേ പഞ്ചർ ഓട്ടിക്കണം ചേട്ടനെ വിളിച്ച്, ആ ചേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും 2 ദിവസമായിട്ട് എനിക്ക് കടകശരിയാണ് ഗൈസ്. ഇനി പഞ്ചർ ഓട്ടിക്കണം. നമ്മൾ നിരാശപ്പെട്ടിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങില്ല, അങ്ങനെയാണല്ലോ. ഭാഗ്യത്തിന് ദൈവം എനിക്കൊരു തണൽ മരം തന്നു, ഒറ്റ മരം. അതുകൊണ്ട് ഞാനിവിടെ കറക്റ്റായിട്ട് നിന്ന്. ആ ചേട്ടൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കില്ല. ഇന്നലെ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്ന് കരയേണ്ടി വരും. നമ്മെല്ലാം അല്ലേ മുൻകൂട്ടി തന്നെ പ്രവചിച്ചങ്ങോട്ട് ജീവിക്കുക, അത്രേ പറയാനുള്ളൂ. ഈ മച്ചാനെടുത്ത് കളയണം. മച്ചാനെടുത്ത് കളഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ എയർ പോവും, അല്ലെങ്കിൽ ഈ സൗണ്ട് കേൾക്കും. കട്ട ഇത് അടിച്ചടിച്ച് ഇത് വളഞ്ഞു പോകും. ദീപനാണ് വണ്ടിയിൽ വന്ന് കയറിയത്. പക്ഷെ എൻ്റെ പൊന്നെ